ഗുഡ് മോർണിംഗ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ പേരെന്ന് പറയുന്നത് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്നുള്ളതാണ്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഒരു മോഡേൺ ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ പറയാവുന്ന ഒരു ഫീൽഡിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. അപ്പോൾ നിങ്ങളിതിന് മുമ്പത്തെ മൊഡ്യൂളിൽ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ വേവ് ലൈക്ക് ബിഹേവിയർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡീൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായും ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ ആ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ പറ്റിയും ആ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചില ഫിസിക്കൽ പ്രോബ്ലംസ് കൺസിഡർ ചെയ്യുകയും ആ പ്രോബ്ലത്തിനെ ഈ പറഞ്ഞ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫ്യൂച്ചർ ബിഹേവിയർ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ക്ലാസിക്കൽ, അതായത് നോൺ റിലേറ്റിവിസ്റ്റിക് നോൺ ക്വാണ്ടം സിറ്റുവേഷൻ മേ ബി പ്രഡിക്റ്റഡ് വിത്ത് അബ്സല്യൂട്ട് സെർട്ടനിറ്റി യൂസിങ് ന്യൂട്ടൺസ് ലോസ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചിരിക്കുന്ന ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ക്ലാസിക്കൽ ഫിസിക്സ് ഓർ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച്, അതിലൊക്കെ നമ്മൾ ഫിസിക്കൽ പ്രോബ്ലംസിനെ ഡീൽ ചെയ്തിരുന്നത് ബേസ്ഡ് ഓൺ ന്യൂട്ടൺസ് ഇക്വേഷൻസ് ആണ്. ന്യൂട്ടൺസ് ലോയെ ബേസ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ സിസ്റ്റത്തെ സോൾവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ പലതരത്തിലുള്ള ഫിസിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്കൊരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ടി ടൈമിന് ശേഷമുള്ള സിസ്റ്റത്തിൻ്റെ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി എന്താണ്, ആ തരത്തിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പലതരത്തിലുള്ള മെക്കാനിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കാറ് ഇത്ര കിലോമീറ്റർ പെർ അവറിൽ മൂവ് ചെയ്യുന്നു, ഇപ്പോഴതുള്ള പൊസിഷൻ ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഒരു 2 hours ശേഷം അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും, അങ്ങനെ ആ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അങ്ങനെയുള്ള മെക്കാനിക്കൽ പ്രോബ്ലംസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ന്യൂട്ടൺസ് ലോസ് ആണ്. അതായത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഫിസിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്തിരുന്നത്. അതാണ് നമ്മൾ ഈ ക്ലാസിക്കൽ ഫിസിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ എങ്ങനെയുള്ള പ്രോബ്ലംസാണ് ക്ലാസിക്കൽ ഫിസിക്സിൽ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോസ് വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത്? നോൺ റിലേറ്റിവിസ്റ്റിക് എന്ന് വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിയോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കണം. അതുപോലെ നോൺ ക്വാണ്ടം എന്ന് വെച്ചാൽ പാർട്ടിക്കിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്? മാക്രോസ്കോപ്പിക് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നോൺ റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ളതും നോൺ ക്വാണ്ടം ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ഫ്യൂച്ചർ ബിഹേവിയർ എന്ന് വെച്ചാൽ ഇനീഷ്യൽ കണ്ടീഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഒരു ടി ടൈമിന് ശേഷം ആ പാർട്ടിക്കിൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമ്മൾ എന്ത് വെച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്? ന്യൂട്ടൺസ് ലോസ് വെച്ചിട്ടാണ്. സോ ഇഫ് എ പാർട്ടിക്കിൾ ഇൻട്രാക്ട്സ് വിത്ത് ഇറ്റ് എൻവയോൺമെൻറ്റ് ത്രൂ എ ഫോഴ്സ് എഫ് which might be associated with a potential energy U, we can do the mathematics necessary to solve the Newton's second law F is equal to dp by dt. അതായത് അപ്പോൾ ഒരു പാർട്ടിക്കിള് അത് എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അതിൽ സിസ്റ്റത്തിൻ്റെ ഫോഴ്സ് നമുക്കറിയാം, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ് എന്നുണ്ടെങ്കിൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നുള്ളതാണ്. എഫ് ഈസിക്കൽ ടു ഡി പി ബൈ ഡി ടി. ഇതൊരു എഫ് ഈസിക്കൽ ടു എം എ എന്ന് പറയുന്ന ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. എഫ് ഈസിക്കൽ ടു എം എ. എഫ് ഈസിക്കൽ ടു എം എ എന്ന് പറയുന്നതാണ് എഫ് ഈസിക്കൽ ടു നമ്മളെങ്ങനെ എഴുതുന്നത്? ഡി പി ബൈ ഡി ടി എന്ന് തന്നെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം പി എന്ന് പറയുന്നത് എം ഇൻറ്റു വി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡി പി ബൈ ഡി ടിക്ക് പിക്ക് പകരം എം ഇൻറ്റു വി എന്ന് കൊടുത്താൽ അത് ഡി ബൈ ഡി ടി ഓഫ് എം വി എന്ന് എഴുതാം. എമ്മിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് വെച്ചാൽ ഡി വി ബൈ ഡി ടി നിങ്ങൾക്ക് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടേംസിലേക്ക് എഴുതുമ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നതാണ് ബേസിക്കലി ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ വെച്ചുകൊണ്ട് ഒരു സിസ്റ്റത്തെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുകയും അങ്ങനെ സോൾവ് ചെയ്തുകൊണ്ട് ആ പാർട്ടിക്കിളിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതുപോലെ വി ഓഫ് ടി, അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. സോ
ഒരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് അതുപോലെ തന്നെ ഫൈനൽ സ്റ്റേറ്റ് നമുക്കറിയാം. സിസ്റ്റത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫോഴ്സ് നമുക്കറിയാമെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ ആ സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുക, അതായത് ഒരു ടൈമിന് ശേഷം ആ സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ന്യൂട്ടൻ്റെ ലോസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയുള്ള സിസ്റ്റംസിലാണ്? ഫോർ എ നോൺ റിലേറ്റിവിസ്റ്റിക് ആൻഡ് എ നോൺ ക്വാണ്ടം സിസ്റ്റം. ഇനി the mathematics may be difficult and in many such cases an approximate solution can be obtained with the help of computational tools. അപ്പോൾ പലപ്പോഴും ഈ രീതിയിലുള്ള സോൾവിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ സൊല്യൂഷൻ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരു പേപ്പർ ആൻഡ് പെൻ ഉപയോഗിച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റണം നിർബന്ധമില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ we will depend on certain computational tools which may help us to solve these physical problems. So the physics of the problem consists of writing down the original equation. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ ക്ലാസിക്കൽ ഫിസിക്സിൽ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളിതിൻ്റെ ഫിസിക്സ് ഓഫ് ദ പ്രോബ്ലം കൺസിസ്റ്റ് ഓഫ് റൈറ്റിംഗ് ഡൗൺ ദ ഒറിജിനൽ ഇക്വേഷൻ. ഒറിജിനൽ ഇക്വേഷൻ നമ്മൾ എഴുതുന്നു. F is equal to dp/dt. അതായത് ഫിസിക്സ് ഓഫ് ദ പ്രോബ്ലം കൺസിസ്റ്റ് ഓഫ് റൈറ്റിംഗ് ഡൗൺ ദ ഒറിജിനൽ ഇക്വേഷൻ F is equal to dp/dt and interpreting its solution r of t and v of t. അപ്പോൾ F is equal to dp/dt യിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? r of t യും v of t യും കണ്ടുപിടിക്കും. ഫോർ എക്സാമ്പിൾ, എ സാറ്റലൈറ്റ് ഓർ എ പ്ലാനറ്റ് മൂവിംഗ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ 1/r², ഇത് r² ആണ്, 1/r² ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ക്യാൻ ബി ഷോൺ ആഫ്റ്റർ ദീസ് ഇക്വേഷൻസ് ഹാസ് ബീൻ സോൾവ് ടു ഫോളോ എക്സാക്ട്ലി ആൻ എലിപ്റ്റിക്കൽ പാത്ത്. അതായത് ഇപ്പോൾ ഒരു പ്ലാനറ്റ് മൂവ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് എന്ത് ചെയ്യുന്നു? സണ്ണിനെ ചുറ്റും മൂവ് ചെയ്യുന്നു. അത് ഈ പറഞ്ഞ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവോൾവ് ആയിട്ടുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 1/r² ആണ്, എന്ന് വെച്ചാൽ gmm/r² എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഫോഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പ്ലാനറ്റ് മൂവ് ചെയ്യുന്നു. ഇത്ര ഈ 1/r² ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? സിസ്റ്റത്തെ സോൾവ് ചെയ്തുകൊണ്ട് ബേസ്ഡ് ഓൺ ദ ന്യൂട്ടൺ സെക്കൻഡ് ലോ വി ക്യാൻ സോൾവ് ദ സിസ്റ്റം ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് ദ പാത്ത് ഓഫ് ദി പ്ലാനറ്റ് ആസ് ആൻ എലിപ്റ്റിക്കൽ പാത്ത്. അപ്പോൾ അതിൻ്റെ ആ പ്ലാനറ്റ് ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്ന ഒരു എലിപ്റ്റിക്കൽ പാത്താണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾ ഇതേ പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻ കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കെപ്ലേഴ്സ് ലോ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെയാണ്, ഒരു 1/r² ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്നെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ബേസ്ഡ് ഓൺ ദ ന്യൂട്ടൺസ് ലോ വി വിൽ സോൾവ് ദ സിസ്റ്റം ആൻഡ് ഫൈനലി വി വിൽ ഗെറ്റ് ദ ട്രജക്ടറി ഓഫ് ദി പാർട്ടിക്കിൾ, അല്ലെങ്കിൽ പ്ലാനറ്റ് മൂവ് ചെയ്യുന്ന ട്രജക്ടറി എന്ന് പറയുന്നത് എലിപ്റ്റിക്കലാണ് എന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ ഒരു ന്യൂട്ടൺസ് ഇക്വേഷൻസിൽ ഉപയോഗിച്ചൊരു സിസ്റ്റത്തെ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത്. ആ മെത്തേഡ് എന്താണ് ചെയ്യുന്നത്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ F is equal to dp/dt ആണ്. അതിനെ നമുക്ക് m×d²x/dt² എന്ന് എഴുതാം. അതൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ച് നമുക്ക് അതിൻ്റെ ഫോഴ്സ് അറിയാമെങ്കിൽ, സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് അറിയാമെങ്കിൽ, ഈ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചുകൊണ്ട് സിസ്റ്റത്തിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്താണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് പ്രകാരം നമുക്ക് ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ലൊക്കേഷൻ r of t അതുപോലെ തന്നെ ഇതിൻ്റെ വെലോസിറ്റി v of t യും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ കേസ്. ഇനി ഇൻ ദ കേസ് ഓഫ് നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം ഫിസിക്സ്, അതായത് ഇനി നമ്മൾ പോകുന്നത് എന്താണ്? ക്വാണ്ടം ഫിസിക്സിലേക്കാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് പൊതുവിൽ ഡീൽ ചെയ്യുന്നത് മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, നമ്മൾ റിയൽ വേൾഡിൽ നമ്മൾ കാണുന്ന എല്ലാ ഫിസിക്കൽ പ്രോബ്ലംസും നമുക്ക് ഈ പറഞ്ഞ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം നമ്മൾ ക്വാണ്ടം ഫിസിക്സിലേക്ക് വരുമ്പം മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇലക്ട്രോണിൻ്റെ കേസ് എടുക്കുന്നു, സബാറ്റോമിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, അറ്റോമിക് ആൻഡ് സബാറ്റോമിക് പാർട്ടിക്കിൾസ്, ഇപ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഈ പറഞ്ഞ പോലെയുള്ള അല്ലെങ്കിൽ ആറ്റംസ്, ഈ ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ ന്യൂട്ടൺസ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് സിസ്റ്റത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ഒരു പ്ലാനറ്ററി മോഷനിൽ സോൾവ് ചെയ്യുന്നത് പോലെ നമുക്ക് ഒരു ഇലക്ട്രോൺ എന്താണ് ഈ പറഞ്ഞ ഒരു ഓർബിറ്റിൽ കൂടി കറങ്ങുന്നു, ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഓർബിറ്റിൽ കൂടി ഇലക്ട്രോൺ കറങ്ങുന്നു. ആ ഒരു കേസിൽ നമുക്ക് കൊണ്ട് ന്യൂട്ടൺസ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അത് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് ആ സിസ്റ്റത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എക്സ്പെരിമെൻ്റലായിട്ട് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും നമ്മുടെ തിയറട്ടിക്കലായിട്ടുള്ള നമ്മുടെ പ്രഡിക്ഷനും തമ്മിൽ മാച്ച് ചെയ്യുമോ എന്ന് നോക്കിയിട്ടാണ്. പക്ഷേ ഈ മൈക്രോസ്കോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാണ്ടം റെജിമിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഈ ക്ലാസിക്കൽ ഫിസിക്സ് ഉപയോഗിച്ച് നമുക്ക് അത്തരത്തിലുള്ള സിസ്റ്റംസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതാണ് പറഞ്ഞത് ഇൻ ക്വാണ്ടം ഫിസിക്സ്. അതിൽ തന്നെ നോൺ റിലേറ്റിവിസ്റ്റിക് ആണെന്ന് വെച്ചാൽ പാർട്ടിക്കിളുകളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിയേക്കാൾ വളരെ ചെറുതാണ്. അപ്പം നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം ഫിസിക്സ് ആണ്. റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം ഫിസിക്സ് വേറെ ഉണ്ട്, അത് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അത് നമ്മുടെ ഡിഗ്രി ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നില്ല.
ഓക്കെ, അപ്പോൾ ഈ നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം ഫിസിക്സിൽ എന്തുണ്ട്, ഈ നമ്മുടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ന്യൂട്ടൺസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. അതുപോലെ ആ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്ലാസിക്കൽ ഫിസിക്സിൽ നമ്മൾ പ്രോബ്ലത്തെ സോൾവ് ചെയ്തത്. അതുപോലെ തന്നെ ക്വാണ്ടം ഫിസിക്സിൽ, നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം ഫിസിക്സിൽ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്. ആ ബേസിക് ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്ന ന്യൂട്ടൺസ് ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. അത് ഉപയോഗിച്ച് നമുക്ക് ക്ലാസിക്കൽ ഫിസിക്സിലുള്ള പ്രോബ്ലംസിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതേസമയം നമ്മൾ നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം ഫിസിക്സിലേക്ക് വരുമ്പോൾ അവിടെ ക്ലാസിക്കൽ ഫിസിക്സിലെ ന്യൂട്ടൺസ് ഇക്വേഷൻസ് പോലെ തന്നെ ഇവിടെ നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം ഫിസിക്സിൽ നമുക്കൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ലൈക്ക് ന്യൂട്ടൺസ് ലോസ്, ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇസ് റിട്ടൺ ഫോർ എ പാർട്ടിക്കിൾ ഇന്ററാക്ടിംഗ് വിത്ത് ഇറ്റ്സ് എൻവയോൺമെന്റ്, ഓൾദോ വി ഡിസ്ക്രൈബ് ദി ഇന്ററാക്ഷൻ ഇൻ ടേംസ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി റാദർ ദാൻ ദ ഫോഴ്സ്. അപ്പോൾ ക്വാണ്ടം ഫിസിക്സിലേക്ക് വരുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ ഉള്ള ന്യൂട്ടൺ സെക്കൻഡ് ലോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ, അവിടെ ഫോഴ്സ് എന്ന് പറയുന്ന ടേം ആണ് ഇൻവോൾവ് ആയിട്ടുള്ളതെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഫോഴ്സ് അല്ല, മറിച്ച് പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ ഫോഴ്സിന് പകരം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. Now, unlike Newton's laws, the Schrodinger equation does not give the trajectory of the particle. Instead, its solution gives the wave function of the particle. ന്യൂട്ടൺസ് ലോയെ ഉപയോഗിച്ച് നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ട്രജക്ടറിയാണ് കിട്ടുന്നതെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നമുക്ക് ട്രജക്ടറി അല്ല കിട്ടുക, മറിച്ച് ആ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനാണ്. വേവ് ഫംഗ്ഷൻ എന്താണ് വേവ് ഫംഗ്ഷൻ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമ്മൾ പിന്നീട് വരും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനാണ്. വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യൂസിങ് ദാറ്റ് വേവ് ഫംഗ്ഷൻ വി ക്യാൻ ഡിസ്ക്രൈബ് ദോസ് സിസ്റ്റംസ് കംപ്ലീറ്റ്ലി. ആ സിസ്റ്റത്തെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഈ പറഞ്ഞ വേവ് ഫംഗ്ഷനിൽ നിന്ന് കിട്ടും. വേവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് പലതും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Now, the wave function of a particle carries information about the particle's wave-like behavior. ഒരു പാർട്ടിക്കിളുടെ വേവ് ഫംഗ്ഷൻ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് ക്യാരി ചെയ്യുന്നത്? ഇറ്റ് ക്യാരീസ് ഇൻഫർമേഷൻ അബൌട്ട് ദ പാർട്ടിക്കിൾസ് വേവ്-ലൈക്ക് ബിഹേവിയർ. പാർട്ടിക്കിളിൻ്റെ വേവ്-ലൈക്ക് ബിഹേവിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുക. ഇൻ ദിസ് ചാപ്റ്റർ വി ഇൻട്രൊഡ്യൂസ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ആൻഡ് ടു ഒബ്റ്റെയിൻ സം ഓഫ് ഇറ്റ് സൊല്യൂഷൻ ഫോർ സർട്ടൺ പൊട്ടൻഷ്യൽ എനർജീസ് ആൻഡ് ലേൺ ഹൗ ടു ഇന്റർപ്രറ്റ് ദോസ് സൊല്യൂഷൻസ്. അതായത് പല സിസ്റ്റംസ് നമ്മൾ എടുക്കും, ഓരോ സിസ്റ്റത്തിൻ്റെ കേസിലുമുള്ള പൊട്ടൻഷ്യൽ എനർജി അറിഞ്ഞു കഴിഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുകയും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് ആ സിസ്റ്റത്തെ പറ്റി സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത്. So, the differential equation whose solution gives us the wave behavior of particles is called the Schrodinger equation. ഞാൻ പറഞ്ഞു Schrodinger equation എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടും. വേവ് ഫംഗ്ഷനകത്ത് എന്താണുള്ളത്? ആ പാർട്ടിക്കിളിൻ്റെ വേവ് ബിഹേവിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ആണുള്ളത്. Now, it was developed in 1926 by Austrian physicist Erwin Schrodinger. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് 1926 ഓസ്ട്രിയൻ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള എർവിൻ ഷ്രോഡിഞ്ചർ ആണ്. ദി ഇക്വേഷൻ കനോട്ട് ബി ഡിറൈവ്ഡ് ഫ്രം എനി പ്രീവിയസ് ലോസ് ഓർ പോസ്റ്റുലേറ്റ്. അതായത് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ്. വി കനോട്ട് ഡിറൈവ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫ്രം എനി ലോസ് ഓർ പോസ്റ്റുലേറ്റ്സ്. നിങ്ങൾക്ക് അറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈക്വൽ ടു എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറയുന്ന ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ആണ്. വി കനോട്ട് ഡിറൈവ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഓക്കെ, എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷനും അതിൽ തന്നെ ഫണ്ടമെന്റൽ ആണ്. നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഏതെങ്കിലും ലോയോ പോസ്റ്റുലേറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. Now, like Newton's equations of motion or Maxwell's equations of electromagnetism, it is a new and independent result whose correctness can be determined only by comparing its prediction with the experimental result. അതായത് നമ്മുടെ ന്യൂട്ടൺസ് ഇക്വേഷൻ പോലെയും ഇലക്ട്രോ മാഗ്നറ്റിസത്തിലുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ പോലെയും ഒക്കെ തന്നെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എക്സ്പെരിമെൻ്റൽ റിസൾട്ടുമായിട്ട് എത്രത്തോളം മാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ തിയറട്ടിക്കൽ ആയിട്ടുള്ള പ്രഡിക്ഷൻ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ്റെ ആക്യുറസി അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ്നെസ്സിനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. For non-relativistic motion, the Schrodinger equation gives a result that correctly account for observations at the atomic and subatomic level. അതായത് നോൺ റിലേറ്റിവിസ്റ്റിക് മോഷൻ എടുത്താൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഗിവ്സ് റിസൾട്ട്
that correctly account for observations at atomic and subatomic level. അപ്പോൾ അറ്റോമിക് ലെവലിലും സബാറ്റോമിക് ലെവലിലും ഉള്ള ഒബ്സർവേഷൻ അല്ലെങ്കിൽ അറ്റോമിക് സബാറ്റോമിക് ലെവലിലുള്ള എക്സ്പെരിമെൻ്റൽ റിസൾട്ടുമായിട്ട് വളരെ എക്സാക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന റിസൾട്ടുകളാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തിയറട്ടിക്കലായിട്ട് ഒരു സിസ്റ്റത്തെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് ലെവലിലും സബാറ്റോമിക് ലെവലിലും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് നല്ല റിസൾട്ട് തരും. എക്സ്പെരിമെൻ്റൽ റിസൾട്ടുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ നിന്നും കിട്ടുന്നത്. Now, we can justify the form of Schrodinger equation by examining those solution expected for the free particle, which should give a wave whose shape at any particular time specified by the wave function psi of x is that of a simple de Broglie wave such as I of x is equal to a sin kx, where a is the amplitude of the wave and k is equal to 2 pi by lambda. അതായത് നമ്മൾ ഇത്രയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനായ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അത് ഫണ്ടമെൻ്റൽ ആയിട്ടൊരു ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ബേസിക്കലി ഒരു വേവ് ഇക്വേഷനാണ്. കാരണം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വേവിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വേവ് ഫംഗ്ഷൻ, ഒരു വേവിൻ്റെ ഫംഗ്ഷനാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് കിട്ടുന്നതെങ്കിൽ ബേസിക്കലി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു വേവ് ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സൈ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ലെറ്ററാണ് സൈ. അപ്പോൾ ഈ പറഞ്ഞ സൈ ഓഫ് എക്സ്, ഇതിന് നമ്മൾ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററിൽ സൈ ഓഫ് എക്സ്, ഈ ടേം നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യും. സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഇതാണ് ഒരു സൊല്യൂഷൻ, അതായത് സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ്. സൈൻ കെ എക്സ് എന്ന് പറയുന്ന ഒരു സൈനുസോയിഡൽ വേവ് ഫംഗ്ഷൻ ആണല്ലോ, അതൊരു വേവിൻ്റെ ഫംഗ്ഷനാണ് സൈൻ കെ എക്സ് അല്ലെങ്കിൽ കോസ് കെ എക്സ് എന്നൊക്കെ പറയുന്നത് വേവ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് എടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നിങ്ങൾക്കൊരു വേവ് ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ നമ്മൾ തിരിച്ച് ചെയ്യുന്നു. സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് എന്ന് പറയുന്നൊരു വേവ് ഫംഗ്ഷനാണ്. കാരണം നമുക്കറിയാം സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു വേവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് എന്ന് പറയുന്നൊരു വേവ് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ വേവ് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ റിവേഴ്സ് പ്രോസസ്സ് വഴി ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എ സൈൻ കെ എക്സ് എന്നാണെന്ന് ചൂസ് ചെയ്യുന്നത്. എ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ കെ എന്ന് പറയുന്നത് നമ്മുടെ വേവ് വെക്റ്ററാണ്. കെ നമുക്ക് വേവ് ലെങ്തിൻ്റെ ടേംസിൽ കെ ഈക്വൽ ടു 2 pi by lambda എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ കെ എക്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡി സൈ ബൈ ഡി എക്സ് കിട്ടും. അതായത് സൈയെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡി സൈ ബൈ ഡി എക്സ് എടുക്കുക. എ സൈൻ കെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എ ഇൻറ്റു സൈൻ കെ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ കെ കോസ് കെ എക്സ് എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് കെ ഇൻറ്റു എ കോസ് കെ എക്സ് എന്ന് കിട്ടും. ഇതാണ് ഡി സൈ ബൈ ഡി എക്സ്. ഇവിടെ കിട്ടിയ ഡി സൈ ബൈ ഡി എക്സിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒന്നോടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. അപ്പം കെ എ കോസ് കെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ കെ ഇൻറ്റു എ കോൺസ്റ്റൻ്റ് ഉണ്ട്. കോസ് കെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് മൈനസ് കെ സൈൻ കെ എക്സ് കിട്ടും. ഓക്കെ, കോസ് കെ എക്സിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് കെ സൈൻ കെ എക്സ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു കെ ഉണ്ട്. അപ്പോൾ മൈനസ് കെ സ്ക്വയർ എ സൈൻ കെ എക്സ് കിട്ടും. മൈനസ് കെ സ്ക്വയർ എ സൈൻ കെ എക്സ്. പക്ഷെ നമുക്ക് എ സൈൻ കെ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, സൈ ആണെന്ന് അറിയാം. അപ്പോൾ ഈ എ സൈൻ കെ എക്സിന് പകരം നമ്മൾ സൈ എന്ന് കൊടുത്താൽ ദിസ് ഇസ് മൈനസ് കെ സ്ക്വയർ സൈ എന്ന് വരും. ഇത് സൈ ഓഫ് എക്സ് എന്നാണ്, അതായത് വെച്ചാൽ സൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള അർത്ഥത്തിലാണ്. സോ ദാറ്റ് ഈസ് മൈനസ് കെ സ്ക്വയർ ഇൻറ്റു സൈ ഓഫ് എക്സ് എന്ന് നമുക്ക് ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയറിന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ സൈ ഓഫ് എക്സ് എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഈ പറഞ്ഞ കൈനറ്റിക് എനർജി, ഒരു സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ നമ്മൾ എഴുതിയ പി സ്ക്വയർ ബൈ 2m ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി ഇത് ക്യാപിറ്റൽ കെ ആണ്. നിങ്ങൾ ഈ കെയും ഇവിടെ കാണുന്ന കെയും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. സ്മോൾ കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേവ് വെക്ടറിനെയാണ്, ഈ വലിയ കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൈനറ്റിക് എനർജിയാണ്. സോ ഒരു സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ 2m ആണ്. നമുക്ക് പി എന്ന് പറയുന്നത് മൊമെൻറ്റം, ഡി ബ്രോയി വേവ് ലെങ്തിൻ്റെ ടേംസിൽ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി ആണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്നത് എച്ച് ബൈ ലാംഡ ആയിരിക്കും. അപ്പോൾ ഈ പിക്ക് പകരം നമ്മൾ എച്ച് ബൈ ലാംഡ എന്ന് കൊടുത്താൽ, ഈ പിക്ക് പകരം ഇവിടെ എച്ച് ബൈ ലാംഡ കൊടുത്താൽ ദാറ്റ് ഇസ് എച്ച് ബൈ ലാംഡ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് വരും. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ലാംഡ സ്ക്വയർ എന്ന് വരും. ഇനി അടുത്തത് നമുക്കറിയാം കെ എന്ന് പറയുന്നത് 2 pi ബൈ ലാംഡയാണെന്ന് ഇവിടെ അറിയാം. കെ ഈസ് ഈക്വൽ ടു 2 pi ബൈ ലാംഡയാണ്. അങ്ങനെയാണെങ്കിൽ 1 ബൈ ലാംഡ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കെ ബൈ 2 pi ആണെന്ന് എഴുതാം.
1/λ ഈസ് k/2π. അപ്പോൾ ഇവിടെ നമുക്കൊരു 1/λ² ഉണ്ട്. ആ 1/λ² പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, k²/4π² എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കറിയാം എന്താണ് h ബാർ എന്ന് പറയുന്നത് h/2π ആണെന്നറിയാം. ഓക്കെ, h ബാർ ഈസ് ഈക്വൽ ടു h/2π ആണ്. അപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് h² k²/2m ആണെന്ന് കിട്ടും. ഓക്കെ, കൈനറ്റിക് എനർജി ഈസ് h² k²/2m. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാനത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m ആണ്. കൈനറ്റിക് എനർജി ഇവിടെ p²/2m ആണ്. പിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, h/λ എന്ന് കൊടുക്കുന്നു. പിക്ക് പകരം h/λ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ h²/2m λ² എന്ന് വരും. ഓക്കെ, h²/2m λ². ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്ക് സ്മോൾ കെ, ഇത് ക്യാപിറ്റൽ കെ ആണ്, കൺഫ്യൂസ്ഡ് ആവണ്ട. നമുക്ക് സ്മോൾ കെ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ് 2π/λ ആണെന്നറിയാം. 2π/λ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് 1/λ എന്ന് പറയുന്നത് ഈസ് സ്മോൾ കെ, വേവ് വെക്ടർ സ്മോൾ കെ ഡിവൈഡഡ് ബൈ 2π ആണ്. ഓക്കെ, 1/λ k/2π. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ കെ, കൈനറ്റിക് എനർജിയുടെ ക്യാപിറ്റൽ കെയുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്കറിയാം ഇതിപ്പോൾ എന്താണുള്ളത്, ഇവിടെ h² ഡിവൈഡഡ് ബൈ 2m λ² ആണ്. ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു ഇവിടെ 1/λ². 1/λ എന്ന് പറയുന്നത് എന്താണ്, k/2π ആണ്. അപ്പോൾ നമുക്ക് 1/λ² എന്ന് പറയുന്നത് എന്ത് വരും, ഈസ് k²/4π². അപ്പോൾ ഇവിടെ സ്മോൾ കെ ആണിത്, k²/2π² എന്ന് വരുമ്പോൾ ഇവിടെ 4π² എന്ന് വരും. ഓക്കെ, ഇനി h ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് h ബാർ? h ബാർ ഈസ് h/2π. ഓക്കെ, h ബാർ ഈസ് h/2π. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു h²/4π² ഉണ്ട്. ഈ ടേം ഇത്രയും ഉണ്ടാവും. h²/4π² നമുക്ക് എന്ത് വിളിക്കാം, h ബാർ സ്ക്വയർ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കിവിടെ ക്യാപിറ്റൽ കെ, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതാം, h ബാർ സ്ക്വയർ. ഓക്കെ, h ബാർ സ്ക്വയർ സ്മോൾ കെ, വേവ് വെക്ടർ സ്മോൾ കെ, h ബാർ സ്ക്വയർ k² ഡിവൈഡഡ് ബൈ 2m ആണെന്ന് പറയും. അങ്ങനെയാണ് നമുക്കിവിടെ ഇത് കിട്ടിയിട്ടുള്ളത്. എന്താണ് ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് h ബാർ സ്ക്വയർ k²/2m ആണെന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി അപ്പോൾ നമ്മളിവിടെ d²ψ/dx² എന്ന് പറഞ്ഞാൽ -k² ψ ആണെന്ന് പറഞ്ഞു, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ നിങ്ങൾക്ക് ഈ k² ഉണ്ടല്ലോ, ഈ k² പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്കിവിടെ 2m ഇതിനകത്ത് തന്നെ അതും കൂടെ നമുക്ക് ഇവിടെ എഴുതിയേക്കാം. അതായത് കൈനറ്റിക് എനർജി h ബാർ സ്ക്വയർ k²/2m ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ k² എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ സ്മോൾ k², വേവ് വെക്ടർ k² ആണ്. സ്മോൾ k² ഇസ് ഈക്വൽ ടു എന്താണ് 2m ഡിവൈഡഡ് ബൈ h ബാർ സ്ക്വയർ. നേരെ അപ്പുറത്തെ അവസ്ഥയ്ക്ക് എടുത്താൽ മതി, 2m/h ബാർ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ കെ എന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ d²ψ/dx² -k² ψ, ഈ k² പകരം നമ്മൾ 2m/h ബാർ സ്ക്വയർ ഇൻറ്റു k എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ -2m/h ബാർ സ്ക്വയർ k ψ എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു -2m/h ബാർ സ്ക്വയർ ഇൻറ്റു k എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആണല്ലോ. കൈനറ്റിക് എനർജി നമുക്കറിയാം, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജി. അങ്ങനെയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി u എന്നും ടോട്ടൽ എനർജി E എന്നും വിളിച്ചാൽ ഈ k എന്ന് പറയുന്നത് E മൈനസ് u ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ -2m/h ബാർ സ്ക്വയർ ഇൻറ്റു E മൈനസ് u ഇൻറ്റു ψ എന്ന് എഴുതാം, വേർ E ഈസ് ഈക്വൽ ടു k പ്ലസ് u ഇസ് ദ നോൺ റിലേറ്റിവിസ്റ്റിക് ടോട്ടൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ. ഇനി അതുപോലെ തന്നെ ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ, ഒരു ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, പൊട്ടൻഷ്യൽ എനർജി 0 വരുന്ന പാർട്ടിക്കിളിനെയാണ് ഫ്രീ പാർട്ടിക്കിൾ എന്ന് വിളിക്കുക.
അപ്പോൾ ഒരു ഫ്രീ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ പാർട്ടിക്കിളിൻ്റെ കേസിൽ ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. സപ്പോസ് നമ്മളൊരു ഫ്രീ പാർട്ടിക്കിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആവും. പൊട്ടൻഷ്യൽ എനർജി 0 ആയാൽ ടോട്ടൽ എനർജി ഈക്വൽ ടു കൈനറ്റിക് എനർജി ആവും. ഓക്കെ, നൗ ഹൗവർ വി ആർ യൂസിങ് ദ ഫ്രീ പാർട്ടിക്കിൾ സൊല്യൂഷൻ ആൻഡ് ട്രൈ ടു എക്സ്റ്റെൻഡ് to the more general case in which there is a potential energy u of x. So the equation becomes നമുക്കിവിടെ ഈ d square psi by dx square is equal to minus 2m by h bar square d minus u into psi of x എടുത്തല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ ഈ ഇക്വേഷനെ, അതായത് d square psi by dx square is equal to minus 2m by h bar square d minus u into psi of x നെ ഞാൻ ത്രൂ ഔട്ട് ഒരു minus h bar square by 2m കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. minus h bar square by 2m. അപ്പോൾ d square psi by dx square minus h bar square by 2m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ minus h bar square 2m by d square into d square psi by dx square എന്ന് വരും. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ minus h bar square by 2m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്തായി പോവും? minus 2m by h bar square minus h bar square by 2m കൂടി ക്യാൻസലായി 1 ആയി പോവും. പിന്നെ ഇവിടെ e minus u into psi of x കിട്ടും. അപ്പോൾ നമ്മൾ e minus u into psi of x നെ e into psi of x minus u into psi of x എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന minus u into psi of x നെ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് minus h bar square by 2m d square psi by dx square plus u of x into psi of x is equal to e into psi of x എന്ന് കിട്ടുന്നു. സോ ദിസ് ഈസ് ദ ടൈം ഇൻഡിപെൻഡൻറ്റ് Schrodinger ഇക്വേഷൻ ഫോർ വൺ ഡയമെൻഷണൽ മോഷൻ. അതായത് വൺ ഡയമെൻഷണൽ കേസിലുള്ള എന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കിൾ സപ്പോസ് മൂവ് ചെയ്യുന്നത് വൺ ഡയമെൻഷനിലാണെങ്കിൽ എക്സ് ആക്സിസിലാണ് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. ഇഫ് എ പാർട്ടിക്കിൾ ഈസ് ഫ്രീ ടു മൂവ് ഇൻ ദിസ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആൻഡ് മൈനസ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ, ഒരു വൺ ഡയമെൻഷനിൽ മാത്രം മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ കേസിലുള്ള ടൈം ഇൻഡിപെൻഡൻറ്റ് Schrodinger ഇക്വേഷനാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി വൺ ഡയമെൻഷണൽ ടൈം ഇൻഡിപെൻഡൻറ്റ് Schrodinger ഇക്വേഷൻ ഫോർ എ പാർട്ടിക്കിൾ. ഇനി സപ്പോസ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന വൈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എന്താ വ്യത്യാസം വരിക? അതിനിപ്പം minus h bar square by 2m d square psi by dy square plus this u of y into psi of y equal to e into psi of y എന്ന് വരും. z ആണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ഓഫ് എക്സിനെല്ലാം പകരം z കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് z-ൻ്റെ ടേംസിൽ വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് Schrodinger ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇവിടെ ചെയ്തത്രേ ഉള്ളൂ. നമ്മുടെ ടൈം ഇൻഡിപെൻഡൻറ്റ് Schrodinger ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു വേവ് ഫംഗ്ഷനാണ്. ആ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ആ വേവ് ഫംഗ്ഷനിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? Schrodinger ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് Schrodinger ഇക്വേഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഒരു തലതിരിഞ്ഞ പരിപാടി, ഒരു റിവേഴ്സ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നു. അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? Schrodinger ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വേവ് ഫംഗ്ഷൻ എടുക്കുന്നു. ആ വേവ് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരിച്ചെന്ത് ചെയ്യുന്നു? അതിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് ആ സെക്കൻഡ് ഡെറിവേറ്റീവിൽ നിന്ന് നമ്മൾ Schrodinger ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. സോ ദിസ് ഈസ് അവർ Schrodinger ഇക്വേഷൻ. നോ, ഈ Schrodinger ഇക്വേഷൻ എന്ന് പറയുന്നത് ദ സൊല്യൂഷൻ ടു ദി അബവ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് തരുന്നത് എന്താണ്? വേവ് ഫംഗ്ഷനാണ് നമുക്ക് കിട്ടുക. അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്താൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. നൗ, so the solution to the above differential equation gives the shape of the wave at time t equal to 0. t equal to 0 എന്ന് പറയുന്ന ഇനീഷ്യൽ ടൈമിലുള്ള വേവ് ഫംഗ്ഷൻ നമുക്ക് ഈ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടും. എന്ന് വെച്ചാൽ psi of x കിട്ടും. ഇനി ദ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് എ വൺ ഡയമെൻഷണൽ ട്രാവലിംഗ് വേവ് മസ്റ്റ് ഇൻവോൾവ് ബോത്ത് എക്സ് ആൻഡ് ടി. സോ ദിസ് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫംഗ്ഷൻ psi of x, t. എന്ന് വെച്ചാൽ psi of x, t എന്ന് പറഞ്ഞാൽ ഇവിടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബോത്ത് പൊസിഷൻ അതുപോലെ തന്നെ ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരേ സമയം പൊസിഷനെയും അതുപോലെ തന്നെ ടൈമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് വേവ് ഫംഗ്ഷൻ. അതായത് എന്താണ്? ഒരു വേവ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചും ഈ പറഞ്ഞ വേവ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇറ്റ് ക്യാൻ ഡിപ്പെൻഡ് ബോത്ത് ഓൺ ദ സ്പേസ് കോർഡിനേറ്റ് ആൻഡ് ആസ് വെൽ ആസ് ദ ടൈം കോർഡിനേറ്റ്. അപ്പോൾ നമുക്കിവിടെ psi of x, t എന്ന് എഴുതുന്നു. അപ്പോൾ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് psi ചേഞ്ച് ചെയ്യാം, എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചും psi ചേഞ്ച് ചെയ്യാം. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പം സപ്പോസ് t equal to 0 ആണെങ്കിൽ നമ്മൾ ഈ ആദ്യം എടുത്ത വേവ് ഫംഗ്ഷൻ ഉണ്ടല്ലോ psi of x is equal to a sin kx, ഇവിടെ നമ്മൾ psi of x, t എന്നല്ല എടുത്തത്, മറിച്ച് psi of x എന്നാണ് എടുത്തത്. കാരണം അവിടെ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ t 0 ആയിട്ട് എടുത്തു, ടൈം 0 ആയിട്ട് എടുത്തു. ഇനീഷ്യൽ ടൈമിലുള്ള ഒരു വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ബോത്ത് ഓൺ പൊസിഷൻ ആൻഡ് ടൈം.
അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സൈ ഓഫ് എക്സ് കോമ ടി എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. വേറെ സൈ ഓഫ് എക്സ് എന്താണ്? ഇതാണ് നമ്മുടെ ടി ഈക്വൽ ടു 0-യിലുള്ള ഫംഗ്ഷനാണ് സൈ ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഈ സൈ ഓഫ് എക്സ് സൈൻ കെ എക്സ്. അപ്പോൾ നമുക്ക് സൈ ഓഫ് എക്സ് അറിയാമെങ്കിൽ ഒരു ഫ്യൂച്ചർ ടൈമിൽ ടി എന്ന് പറയുന്ന ടൈം അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വേവ് ഫംഗ്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ കിട്ടിയ ടി ഈക്വൽ ടു 0-യിലുള്ള വേവ് ഫംഗ്ഷനെ ഒരു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ഫാക്ടർ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ കിട്ടും. Now we assume that we know the potential energy u of x. അപ്പോൾ നമുക്കിവിടെ Schrodinger equation നമ്മൾ ചെയ്യുന്നതാണ്. നമുക്കൊരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി u of x അറിയാം. And we wish to obtain the wave function psi of x and the energy E for that potential energy. This is a general example of a type of problem known as eigenvalue problem. We find that it is possible to obtain solutions to the equation only for particular values of E which are known as the energy eigenvalues. അതായത് നിങ്ങൾ ഈ Schrodinger equation നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള Schrodinger equation എന്ന് പറയുന്നത്. ഈ Schrodinger equation നമ്മൾ ഡിഫറൻറ്റ് സിസ്റ്റംസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് സിസ്റ്റംസിനെ നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ നമുക്കറിയേണ്ടത് ഒരു സിസ്റ്റം നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ യു ഓഫ് എക്സ് എത്രയാണെന്ന് അറിയണം, പൊട്ടൻഷ്യൽ എനർജി അറിയണം. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്നു, അതിനെ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈ എന്താണെന്ന് കിട്ടും. ഓക്കെ, ഈ ഇ എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ എനർജിയാണ്. ആ എനർജി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് എനർജി ഐഗൺ വാല്യൂസ് ഉണ്ടാവും. ഒരു സിസ്റ്റത്തിന് ഡിഫറെൻ്റ് എനർജി ഐഗൺ വാല്യൂസ് പോസിബിൾ ആവും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇയും കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ നമുക്കിവിടെ സൈയും കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാ ഇ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവണം എന്നില്ല, ഒരു സിസ്റ്റത്തിൽ എല്ലാ ഇ വാല്യൂസും പോസിബിൾ ആവണമെന്നില്ല, മറിച്ച് ചില പർട്ടിക്കുലർ എനർജി ഐഗൺ വാല്യൂസ് മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബേസിക്കലി ഈ ഇക്വേഷൻ നമ്മളൊരു ഐഗൺ വാല്യൂ ഇക്വേഷൻ എന്ന് വിളിക്കും. നിങ്ങൾ ഐഗൺ വാല്യൂ ഇക്വേഷൻ മെട്രിക്സിൻ്റെ കേസിൽ പഠിക്കുന്നുണ്ട്. എ എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു ഐഗൺ വാല്യൂ ഇക്വേഷനാണ്. ഓക്കെ, എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ഐഗൺ വാല്യൂ ഇക്വേഷനാണിത്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അറിയുക, പൊട്ടൻഷ്യൽ എനർജി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിസ്റ്റത്തിനെ സോൾവ് ചെയ്യുക, സൈ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഇ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ Schrodinger ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയറാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ദ ടൈം ഇൻഡിപെൻഡന്റ് Schrodinger ഇക്വേഷൻ വിത്ത് അപ്രോപ്രിയേറ്റ് യു ഓഫ് എക്സ്. ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഐഡന്റിഫൈ ചെയ്യുക, ആ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചിട്ട് നമ്മൾ മുമ്പേ പറഞ്ഞ ടൈം ഇൻഡിപെൻഡന്റ് Schrodinger ഇക്വേഷൻ എഴുതുക. Using the general mathematical techniques suited to form the equation, find a mathematical function psi of x that is a solution to differential equation. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് psi of x കണ്ടുപിടിക്കുക. 3. ഇൻ ജനറൽ സെവറൽ സൊല്യൂഷൻസ് മേ ബി ഫൗണ്ട്. പല സൊല്യൂഷൻസ് ഉണ്ടാവാം, കാരണം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ സൈക്ക് പല വാല്യൂസ് പോസിബിൾ ആവാം. By applying boundary conditions, some of these may be eliminated and some arbitrary constants may be determined. അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എഴുതി കഴിയുമ്പോൾ മാത്തമാറ്റിക്കൽ ആയിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല സൊല്യൂഷൻസ് കിട്ടാം. പക്ഷേ എല്ലാ സൊല്യൂഷൻസും ഫിസിക്കലി അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. മാത്തമാറ്റിക്കലി ഓക്കെ ആയിരിക്കും, പക്ഷേ ഫിസിക്കലി അക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ചില ബൗണ്ടറി കണ്ടീഷൻസും സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പോസിബിൾ ആയിട്ടുള്ള ഫിസിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇറ്റ് ഈസ് ജനറലി ദ ആപ്ലിക്കേഷൻ ഓഫ് ദ ബൗണ്ടറി കണ്ടീഷൻ ദാറ്റ് സെലക്ട്സ് ഔട്ട് ദ അലൗഡ് എനർജീസ്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ അതിൻ്റെ അലൗഡ് എനർജി ലെവൽസ് കണ്ടുപിടിക്കുന്നു. Now fourth step, if you are seeking solutions for a potential energy that changes discontinuously, അതായത് നമ്മൾ എടുക്കുന്ന ഒരു സിസ്റ്റത്തിന് സപ്പോസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ യു മസ്റ്റ് അപ്ലൈ ദ കണ്ടിന്യൂറ്റി കണ്ടീഷൻസ് on psi of x and usually on d psi by dx at the boundary between different regions. ഈ ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമ്മുടെ തുടർന്ന് വരുന്ന ഡിസ്കഷൻസിൽ നമുക്ക് പറയാം. നമ്മൾ പല പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ Schrodinger ഇക്വേഷൻ എന്ന് പറയുന്നത്. ന്യൂട്ടൺസ് ഇക്വേഷൻസ് ക്ലാസിക്കൽ ഫിസിക്സിൽ എങ്ങനെയാണോ അതേപോലുള്ള ഒരു ഫണ്ടമെന്റൽ ഇക്വേഷനാണ് Schrodinger ഇക്വേഷൻ. ആ Schrodinger ഇക്വേഷൻ നമുക്കിപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. ഒരു വേവ് ഫംഗ്ഷൻ എടുത്ത് അതിനെ 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ Schrodinger ഇക്വേഷനിലേക്ക് എത്തുന്നു. Schrodinger ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു സിസ്റ്റം സോൾവ് ചെയ്തുകൊണ്ട് അതിൻ്റെ വേവ് ഫംഗ്ഷൻ സൈയും അതുപോലെ തന്നെ അതിൻ്റെ എനർജി ഇയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പല സിസ്റ്റംസിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ ബാക്കി അടുത്ത സെഷനിൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.